പഞ്ചമി വ്ലോഗ്സ്. ഗായ്സ് ഇന്ന് സ്പെഷ്യൽ ഡേ ഉണ്ട് കേട്ടോ. ബിക്കോസ് നമ്മുടെ ഒന്ന് കാറ് ഓടിക്കണം പോണ ദിവസമാണെന്ന്. അതെ, ഇന്ന് ഭയങ്കര 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 സ്പെഷ്യൽ ദിവസമാണ്. നമ്മളിപ്പോൾ ഒരു ഷോറൂമിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കാറ് വാങ്ങാൻ പോവാണ്. ഭയങ്കര ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കാറ് വാങ്ങാന്നുള്ളത്. കാറിന്റെ പേര് ടൊയോട്ടയുടെ യാരിസ് ആണ് കേട്ടോ. ടൊയോട്ട യാരിസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരാഴ്ച മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കാർ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈസൻസ് എടുക്കണേക്കാളും ബുദ്ധിമുട്ടായിരുന്നു കാറ് കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ. നമ്മൾ ആദ്യം വിചാരിച്ചു കാറ് കണ്ടുപിടിക്കാൻ സിമ്പിളായിരിക്കും കേട്ടോ. പക്ഷെ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയിട്ടുള്ള കാറ് എല്ലാതും ഒത്തുവരാൻ ഇത്തിരി സമയമെടുത്തു. അപ്പോൾ ഞാനും ചേട്ടനും അതിൻ്റെ പിന്നാലെയായിരുന്നു. എല്ലാവരും അന്വേഷിക്കൽ, ഡുബിസിൽ, ഓരോ ആപ്പുകൾ, ഓരോ സൈറ്റുകൾ, അങ്ങനെ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ അന്വേഷിച്ചു. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഫൈനലി നമുക്ക് ആ ദിവസം വന്നെത്തിയിട്ടോ നമ്മുടെ കാറ് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ അതിന് നമ്മൾ കാറ് നോക്കാൻ വേണ്ടി പോയ ദിവസമാണ് കേട്ടോ. ഒരു ദിവസം രാത്രി ഞാനും ചേട്ടനും അമ്മയും ഉണ്ണികളും പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി നമ്മൾ കാറ് പോയി കണ്ടു. നമുക്ക് കാർ ഇഷ്ടമായി. പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു 1 വീക്ക് പിടിക്കും നമ്മുടെ പേരിലാക്കി വരാനെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതവർ അന്ന് നമ്മൾ കാറ് നോക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ. എനിക്ക് കാറിനെ കുറിച്ചിട്ട് അങ്ങനെ വലിയ ഇതായിട്ടൊന്നും പറയാനുള്ളൂ. ഒക്കെ അത് ചേട്ടനാണ് കാറിനെ കുറിച്ചിട്ടും നല്ല ധാരണയുള്ളത്. ടൊയോട്ട യാരിസ് ആണ് കേട്ടോ നമ്മുടെ കാറ്. അപ്പോൾ വണ്ടി ഒഴിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ സൂപ്പറാണ്, വണ്ടി ഓടിക്കാൻ എനിക്ക് നല്ല കംഫർട്ടാണെന്ന് പറഞ്ഞു. അത് നമ്മൾ അവിടെ തന്ന് രാത്രി എനിക്ക് തോന്നുന്നു 10 മണി 11 മണി ആ സമയം റംദാൻ ടൈം ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഓഫീസ് 11 മണി 11:30 വരെ വർക്കിംഗ് ആയിരുന്നു. നമ്മൾ ഡ്യൂട്ടിക്ക് അങ്ങനെയാണ് പോയത്. അപ്പോൾ 8 മണി മുതലാണെന്ന് തോന്നുന്നു ആ സമയത്ത് ഓഫീസ് ഓപ്പൺ ചെയ്ത്. അങ്ങനെ ഫൈനലി നമ്മളോട് കാറ് വാങ്ങാൻ വേണ്ടി വരാൻ പറഞ്ഞ ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പം നമ്മൾ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കൂട്ടിയാണ് നമ്മൾ പോണത്. എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ്, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ പോണത്. ചേട്ടനും ഉണ്ണികളും അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റേക്കും കിട്ടുന്ന ഉറങ്ങിയിട്ട്. കാരണം നട്ടപ്പാറ്റത്തേക്ക് നമ്മൾ പോയത്. നമ്മളോട് പറഞ്ഞത് ഒരു 10 മണി ആ സമയത്തേക്ക് വരാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോവാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഇത്തിരി നേരത്തെ എത്തിയിട്ടോ. നമുക്ക് എക്സൈറ്റഡ് ആയിട്ട് കാറ് കാണാനുള്ളൊരു എക്സൈറ്റഡ്, നമ്മുടെ പേരിൽ നമ്മുടെ ഒരു സ്വന്തം ഒരു കാറ്, ഒരു പുതിയൊരു ഒരാൾ നമ്മുടെ ഫാമിലിക്ക് വരാണല്ലോ. കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ ടൈം കിട്ടിയത് 10:30 ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ അവർ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ഏരിയയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല നല്ല റംദാനായിട്ട് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു എൻ്റെ ഉള്ളിലേക്കും കാണാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഉണ്ടോ ഫ്രീ ആയിട്ട് ക്യാപ്പിച്ചിനോ, അത് നമുക്ക് ഇഷ്ടമുള്ള കോഫി ടീ എല്ലാതും നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ടൈം കുറേ ആയല്ലോ, രാത്രിയുമായി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇത്തിരി ക്യാപ്പിച്ചിനാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. അത് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ എന്തോ ഹോട്ട് ചോക്ലേറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും എടുത്ത് കുടിച്ചു കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടൈമായി. അപ്പോൾ അവരുടെ ഒരു ലേഡി സ്റ്റാഫ് വന്നിട്ട് നമുക്ക് കാറിനെ കുറിച്ചിട്ടും കുറേ പേപ്പറും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇൻഷുറൻസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. സൈൻ വായിച്ചതിന് ശേഷം സൈൻ ഇടുന്നോടത്തേക്കും സൈൻ ഇട്ടു. ചേട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. ഞാൻ കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റും സന്തോഷമായിട്ട് അവർക്ക് ഇപ്പോഴും ശരിക്കും പറഞ്ഞത് കണ്ട് വിശ്വസിക്കാനുള്ള അച്ഛൻ ശരിക്കും കാറ് വാങ്ങിച്ചോ അങ്ങനെ ഒരു ഇതിലായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പം നമുക്ക് ബസ്സിലൊന്നും പോകണ്ടല്ലോ, ടാക്സി ഒന്നും വിളിക്കണ്ടല്ലോ. അങ്ങനെ ഉണ്ണികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അവരെ എക്സൈറ്റഡ് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം. അങ്ങനെ ഫൈനലി നമ്മുടെ എല്ലാ പേപ്പറുകളും നമ്മൾ സൈൻ ഇട്ടതിന് ശേഷം അവർ നമ്മുടെ കാറിൻ്റെ അവിടേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷമുണ്ട്. ചേട്ടൻ്റെ ഫ്രണ്ടുമാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ കാറുകളുണ്ട് കേട്ടോ അവിടെ. അപ്പം നമ്മൾ ഓരോ കാറുകളിലേക്ക് നോക്കി ഞാനും അമ്മയും ചേട്ടനും ഉണ്ണികളെല്ലാവരും കൂടി എത്തി. അതാ നമ്മുടെ കാർ എടുക്കണുണ്ടോ, പുത്തനായിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് കാറ് കിടക്കുന്നുണ്ടല്ലോ. അവർ റിബണൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. അവരിങ്ങനെ റിബണൊന്നും അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവർ അടിപൊളി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു ഫോട്ടോയ്ക്ക് എടുക്കാനുള്ളൊരു ഇത് അവരവിടെ സാഹചര്യം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ കാറിലേക്ക് കയറാൻ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണല്ലോ വന്നത്. അപ്പോൾ അവരോട് യാത്രയ്ക്കും പറഞ്ഞാൽ അവരുടെ കാറിൽ അങ്ങനെ തന്നെ തിരിച്ചു പോയി. അങ്ങനെ അവർ പോയതിന് ശേഷം നമ്മൾ കാറിൻ്റെ ഉള്ളിൽ കയറി. അങ്ങനെ ചേട്ടൻ ഡ്രൈവ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാനും അമ്മയും ഉണ്ണികളിക്കും പുറത്താണ് കേട്ടോ നിൽക്കുന്നത്. നമ്മൾ അമ്പലത്തേക്ക് കൊണ്ടുപോകണം ആദ്യ ദിവസം തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ രാത്രി 11:30 ആയല്ലോ. അപ്പോൾ അമ്പലം അടച്ചിട്ടുണ്ടാവും. 8:30 വരെ അമ്പലമുള്ളൂ. അപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് നാരങ്ങ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് എടുക്കല്ലേ വണ്ടി. അങ്ങനെ അതിൽ വെച്ചിട്ട് ചേട്ടൻ
വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലത്തെ ഒരു ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥന അനുഗ്രഹിക്കും നമ്മുടെ കൂടെ ഉണ്ടാവണം. ഒരു കാര്യം എന്തായാലും ഉറപ്പായിട്ടോ, നമ്മളൊരു കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നല്ലപോലെ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു ദിവസം നമുക്കത് റെഡി ആവുന്നുണ്ടോ. അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി ചേട്ടൻ വണ്ടി എടുക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്